നിർഭയത്വം നിലനിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൊന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞതെന്നറിയോ? തൗഹീദുള്ളവരായി മാറുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായി മാറുക എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തിനോട് ചോദിച്ച ചോദ്യത്തെ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അള്ളാഹ് പറയാണ് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചോദ്യത്തെ, എന്തിനാണ് നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ ദൈവങ്ങളുടെ വിഷയത്തിൽ ഞാൻ എന്തിനു പേടിക്കണം? എനിക്കെന്ത് പേടിക്കാനുള്ളത്? നാളെ പാരത്രിക ലോകത്തെത്തുമ്പോ ആരാണ് യഥാർത്ഥത്തിൽ അഹഖു ബിൽ അംന്, ശരിയായ നിർഭയത്വത്തിൽ ഉണ്ടായിരുന്നവർ ആര് എന്ന് അന്ന് വിലയിരുത്തപ്പെടും. അന്ന് തിരിച്ചറിയുന്ന സമയമുണ്ടാകും. അതുകൊണ്ട് എനിക്കൊന്നിനെയും പേടിക്കാനില്ല, ഒരു ദൈവങ്ങളെയും പേടിക്കേണ്ടതില്ല. എനിക്കെന്റെ അള്ളാഹു മതി. എനിക്കെന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ സൃഷ്ടിച്ച ആകാശത്തിനെയും ഭൂമിയെയും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ റബ്ബിനെ പേടിച്ചാൽ മതി. എനിക്കല്ലാതെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദുർമൂർത്തികളെ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞ് അവിടെ എടുത്തു പറഞ്ഞ വാചകമാണ് അഹഖു ബിൽ അംന്. ആരാണ് ശരിയായ നിർഭയത്വത്തിലുള്ളത് എന്ന് ചോദിക്കുമ്പോൾ തൗഹീദിനെ ചൂണ്ടിക്കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന് ശേഷം എന്താ പഠിപ്പിച്ചത്? ശരിയായ നിർഭയത്വത്തിന്റെ അടിസ്ഥാനമായി കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചത് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലാഹ് പറയാണ്, വിശ്വാസം ശരിയായ നിലയ്ക്ക് സ്വീകരിക്കുകയും വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവന്റെ വിശ്വാസത്തിൽ യാതൊരു നിലക്കുമുള്ള അക്രമം കടത്തിക്കൂട്ടാതിരിക്കുകയും ചെയ്താൽ. സഹാബത്ത് ഈ ആയത്ത് കേട്ടപ്പോ പ്രവാചകനോട് ആവലാതി പറയാണ്, റസൂലെ, ആരാണ് ഒരു നിലക്കുമുള്ള അക്രമം പ്രവർത്തിക്കാതിരിക്കുന്ന, ഒരു തെറ്റുപോലും ചെയ്യാതെ ജീവിക്കുന്ന ആരാണ്ടാവുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ സൂറത്തുൽ ലുഖ്മാനിന്റെ മറ്റൊരായത്ത് വെച്ച് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്കാണ് വമ്പിച്ച കൊടിയ പാപമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി വിശദീകരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അംന നൽകാം, നിർഭയത്വം നൽകാമെന്ന് പറഞ്ഞത് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്.